Bintas homemade എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴച്ചുണ്ട് കട്ട്ലേറ്റ് ആണ്. ഇതിനു വേണ്ട സാധനങ്ങൾ ഇത് വാഴച്ചുണ്ട് ആവിയിൽ വേവിച്ച് വെച്ചേക്കുവാണ് ഞാൻ. ആവി വേവിച്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെ വെറുതെ ആവിയിൽ വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇത് കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്ന സബോള 3 കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില 2 കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3 ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മീറ്റ് മസാലയാണ്, 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 1.5 സ്പൂണ്, പിന്നെ സോൾട്ട്, ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ റസ്കിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മോനാണേ, ജോഹാൻ എന്ന പേര്. എന്നെ സഹായിക്കാൻ നിൽക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടുക്കളയിൽ സഹായിക്കാനൊക്കെ വരാറുണ്ട്, നല്ല മൂടൊക്കെ ആണെങ്കിൽ. നമുക്ക് ഗ്യാസ് ഓണാക്കിക്കേ. ഓക്കെ, ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓയിൽ വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഓയിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ 2 സ്പൂൺ ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. ഓയിലൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടും. അത് ഞാൻ കറിവേപ്പില ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഇഞ്ചിയാണത്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഉള്ളിയും ഒക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇഞ്ചി വഴലാൻ ബുദ്ധിമുട്ടാണ്. ഇഞ്ചിയുടെ ആ ടേസ്റ്റ് ഇതാക്കി മതി. അതുകൊണ്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ട് മതി. ഇഞ്ചി ചെറുതായിട്ടൊന്നായിട്ട് നമ്മൾ പച്ചമുളകും കൂടെ ആ കൂടെ തന്നെ ഇട്ടേക്കാം. പച്ചമുളക് ശകലമായി കഴിയുമ്പം നമുക്ക് സബോള കൊത്തിയരിഞ്ഞത് ഇടണം. ഇഞ്ചിയും പച്ചമുളകും കുറച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സബോള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം നമുക്ക്. സബോള പെട്ടെന്ന് വെള്ളാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെള്ളം. നമ്മൾ ചുണ്ടിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. സബോള കുറച്ച് വഴണ്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പം, ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചുണ്ട് വേവിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ചുണ്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേവിക്കാതെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണമെന്നുള്ളൂ, തോരൻ വെക്കുന്നത് പോലെ. ഞാൻ എളുപ്പം ആകാൻ വേണ്ടിയാണ് ആവിയിൽ വേവിച്ചെടുത്തത്. ഈ ഇളക്കുന്ന സമയം ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ഇളക്കി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എടുത്തിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി കുഴച്ചെടുക്കണം. തണുത്ത് കഴിയുമ്പോൾ കുഴച്ചെടുക്കാം. വാഴച്ചുണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കാവുന്ന പരുവായിട്ടുണ്ട്. നമുക്കിനി കിഴങ്ങ് പുഴുങ്ങിയതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വാഴച്ചുണ്ട് നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മൈദ
മുട്ടയിലോട്ട് ചേർക്കാം നമുക്ക്. മൈദ അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ പൊടിഞ്ഞു പോകാതിരിക്കാൻ നല്ലതാണ് മൈദ അങ്ങനെ കുറച്ച് ചേർക്കുന്നത്. മുട്ട കൂട്ടത്തില്ലാത്തവർക്കാണെങ്കിൽ മൈദാമാവ് തന്നെ കലക്കിയെടുത്ത് വെച്ചാലും മതി, മുട്ടയുടെ ആവശ്യമില്ല. രണ്ട് സ്പൂൺ മൈദയാണ് വെക്കുന്നത്. ഞാൻ ഈ മുട്ടയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടുകയും ചെയ്യും, പൊടിഞ്ഞും പോകത്തില്ല. നമുക്ക് ചെറിയ ചെറിയ കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ റൗണ്ടാക്കി എടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിൽ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൽ ഷേപ്പിലുണ്ടാക്കണം. ഓവൽ ഷേപ്പിലുണ്ടാക്കാൻ ഞാൻ ആ സ്പൂൺ തന്നെ എടുത്തു. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടുക. ഉരുട്ടിയിട്ട് സ്പൂണിൽ വെച്ചിട്ട് സ്പൂണിൻ്റെ ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നേ ഉള്ളൂ കേട്ടോ. സ്പൂണ് ഇച്ചിരി കൂടെ വലിയ സ്പൂൺ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ചെറുതായിട്ടിരിക്കുന്നേ ഉള്ളൂ. എഡ്ജ് ഇച്ചിരി ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. ഞാനെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട്, നേരത്തെ വെച്ചിരുന്ന പാൻ തന്നെ ഞാൻ കഴുകി എടുത്തതാണ്. കഴുകി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഓക്കെ, ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിലോട്ട് ഇത് മുക്കി റസ്ക് പൊടിയിൽ മുക്കി എണ്ണയിലോട്ടിടാം. ആദ്യം ഇട്ടത് നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകും, സൈഡ് കരിഞ്ഞു പോകും. കരിയാതെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആയിട്ടില്ല, നമുക്കൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ. സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.